നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സുരേഷ് കുമാറിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം കൈമാറി. കേരളം 2 അക്ക സീറ്റ് ബിജെപിക്ക് നൽകണം. കേരളത്തിന് അർഹതപ്പെട്ടത് എല്ലാം നൽകിയെന്ന് പ്രധാനമന്ത്രി. മദ്യനയം അഴിമതി കേസ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും സമൻസ്. മാർച്ച് 4-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം. നാരീശക്തിയെക്കുറിച്ച് സംസാരിച്ചാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കണം. കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. വാർത്തകൾ വിശദമായി. മൂന്നാറിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഓട്ടോ ഡ്രൈവർ സുരേഷ് കുമാറിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം കൈമാറി. ഭരണ പ്രതിപക്ഷ സംഘടനകളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് വനം വകുപ്പിന്റെ നടപടി. സർവകക്ഷി യോഗത്തെ തുടർന്ന് പ്രതിഷേധങ്ങൾ അവസാനിപ്പിച്ചതോടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറി. ഇന്നലെ രാത്രി 9:30ഓടെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ സുരേഷ് കുമാർ കൊല്ലപ്പെട്ടത്. തുടർച്ചയായുള്ള കാട്ടാന ആക്രമണത്തിൽ ശാശ്വത പരിഹാരമാവാതെ സുരേഷ് കുമാറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും. തുടർന്ന് സർവകക്ഷി യോഗത്തിൽ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ വനംവകുപ്പ് പരിഗണിച്ചു. ആക്രമകാരികളായ കാട്ടാനകളെ പ്രദേശത്ത് നിന്നും മാറ്റാൻ ശുപാർശ ചെയ്യും. എസക്കി രാജ, ഭാര്യ റെജീന, മകൾ പ്രിയ എന്നിവർക്കൊപ്പം കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റു. സർവകക്ഷി യോഗ തീരുമാനത്തെ തുടർന്ന് LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പിൻവലിച്ചു. കേരളത്തിൽ BJP 2 അക്കം കടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന് അർഹതപ്പെട്ടത് എല്ലാം നൽകി. കേരളം 2 അക്ക സീറ്റ് BJPക്ക് നൽകണം. കേരളത്തിൽ ഇത്തവണ BJP മുന്നേറ്റമുണ്ടാകും. കേരളത്തോട് കേന്ദ്ര സർക്കാർ ഒരിക്കലും BJP വിവേചനം കാണിച്ചിട്ടില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കുള്ള പരിഗണന കേരളത്തിനും നൽകിയെന്ന് മോദി പറഞ്ഞു. വോട്ടിന്റെ പേരിൽ കേരളത്തോട് വിവേചനമില്ല. കേരളത്തിന്റെ പ്രതീക്ഷ സഫലീകരിക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കേരളത്തിലെ ജനങ്ങൾക്ക് BJPയിൽ വിശ്വാസമുണ്ട്. കേരളത്തെ ശക്തിപ്പെടുത്താനാണ് BJP ശ്രമിക്കുന്നതെന്നും സംസ്ഥാന സർക്കാർ നിസ്സഹരിച്ചിട്ടും വികസനത്തിന് മുൻഗണന നൽകിയെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ലോക്സഭയിൽ 400-ലധികം സീറ്റുകളാണ് ഇത്തവണ NDA ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും സമൻസ്. കേസിൽ 8ാം സമൻസാണ് ED ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മാർച്ച് 4-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. EDയുടെ നോട്ടീസുകൾ നിയമവിരുദ്ധമാണെന്ന് കാണിച്ചാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഇതുവരെ എത്താതിരുന്നത്. കുറ്റപത്രത്തിൽ ഒട്ടേറെ തവണ കേജ്രിവാളിന്റെ പേര് ED പരാമർശിച്ചിട്ടുണ്ട്. ആം ആദ്മി നേതാക്കളായ മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ്, വാർത്താ പ്രചരണ വിഭാഗം ചുമതലയുള്ള വിജയ് നായർ, ചില വ്യവസായികൾ എന്നിവരെയാണ് കേസിൽ ED ഇതുവരെ അറസ്റ്റ് ചെയ്തത്. 2021-22 വർഷം മദ്യവിൽപ്പനയ്ക്കുള്ള ലൈസൻസ് അനുവദിക്കാൻ പണം വാങ്ങിയെന്നാണ് ആരോപണം. പിന്നീട് നയം ഡൽഹി സർക്കാർ പിൻവലിച്ചിരുന്നു. തീരസംരക്ഷണ സേനയിൽ ഷോർട്ട് സർവീസ് കമ്മീഷനിലുള്ള വനിതകൾക്ക് സ്ഥിരം കമ്മീഷൻ പദവി നൽകാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. സർക്കാർ സ്വമേധയാ അതിന് തയ്യാറായില്ലെങ്കിൽ താങ്കൾക്കത് ചെയ്യേണ്ടി വരുമെന്നാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് മുന്നറിയിപ്പ് നൽകിയത്. തീരസംരക്ഷണ സേനയിൽ വനിതകൾക്ക് സ്ഥിരം കമ്മീഷൻ പദവി നൽകാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകളെന്ന് കേന്ദ്രത്തിന്റെ പ്രതിനിധീകരിച്ച അറ്റോർണി ജനറൽ R. വെങ്കിട്ടരമണി അറിയിച്ചിരുന്നു. എന്നാൽ 2024-ൽ ഇത്തരം വാദങ്ങളൊന്നും വില പോകില്ലെന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. ഇത്തരം സ്ഥാനങ്ങളിൽ നിന്നും വനിതകളെ മാറ്റി നിർത്താനാകില്ലെന്ന് കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥ പ്രിയങ്ക താഗി നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ പരാമർശം. ഈ മാസം 19-ന് ഹർജി പരിഗണിക്കുമ്പോഴും കേന്ദ്രത്തിന് സുപ്രീം കോടതിയുടെ വിമർശനമുണ്ടായിരുന്നു. നാരീശക്തിയെക്കുറിച്ച് സംസാരിച്ചാൽ മാത്രം പോരാ എന്നും അത് പ്രാവർത്തികമാക്കണമെന്നും സുപ്രീം കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. സർക്കാരിന് ഇപ്പോഴും പുരുഷ മേധാവിത്വ സമീപനമാണോ എന്ന് ചോദിച്ച് സുപ്രീം കോടതി വനിതകളോട് നീതി ചെയ്യും വിധം ന്യായമുണ്ടാക്കാനും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു.